നമ്മൾ മുഖം കഴുകി വന്നിട്ടോ ടാനൊക്കെ മാറാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവുന്ന അടിപൊളി പാക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കൊരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അത് മുഖത്തെ ടാൻ മാറ്റാനും അതുപോലെ തന്നെ നമുക്കൊരു ഒരു ക്ഷീണം ഉഷാറക്കുറവ് അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവില്ലേ. ചില ദിവസം എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ എണീക്കില്ലല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഒത്തിരി ഒരു ടയേർഡായ പോലെയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരാം, അല്ലാതെയും നമുക്ക് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്ന പോലെ തോന്നും അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ടെൻഷൻ നമ്മുടെ മുഖത്ത് നല്ല പോലെ കാണിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ടാൻ മാറ്റാനൊക്കെ ആയിട്ട് എന്താ പറയുക, ഈ പിഗ്മെൻറ്റേഷൻ വരുന്നൊക്കെ ഉണ്ടല്ലോ. അതായത് ഒരു ചെറിയൊരു സ്പോട്ട് ആദ്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാ സ്കിന്നിനും മാച്ച് ആവുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ തൈരാണ്. തൈരിൻ്റെ ഗുണങ്ങൾ അറിയാം. തൈര് വെറുതെ ഇട്ടാലും നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് തൈര് നല്ലതാണല്ലേ. അപ്പോൾ നമുക്ക് വെയിലത്തൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ വെറുതെ തൈര് മുഖത്ത് തേച്ചാലും നമ്മുടെ ആ ടാനൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തൈര് എടുത്തു ഒക്കെ ഇതിൻ്റെ ഒരു 1/2 ടീസ്പൂണിലേക്ക് നമ്മൾ തൈര് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പച്ചരി നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടി ഉണ്ടല്ലോ, അതാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. മറ്റേ പൊടിക്ക് ദോഷമുണ്ടെന്നല്ല, ഇതാണെങ്കിൽ ഒത്തിരി കൂടി നന്നായി. നമുക്ക് ചിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ത് ചെയ്യായല്ലേ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ടാൻ വേണം. ടാൻ മസ്റ്റാണ് കേട്ടോ. ചിലതിൽ ഞാൻ പറയും ടാൻ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയെന്ന്. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഇത്തിരി ടാൻ വേണം കേട്ടോ, ഇത്തിരി തന്നെ വേണ്ടു. പിന്നെ നമ്മളിതൊന്ന് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് ഇത് കിട്ടും കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 2 തുള്ളി വെള്ളം എന്ന് പറയാം. അതായത് വല്ലാണ്ട് കട്ടയിട്ട് ഇങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു തുണ്ട് വെള്ളം, ഒരു 1/2 ടീസ്പൂൺ വെള്ളം കേട്ടോ. അതായത് നേരിയ ചൂടുവെള്ളം, പച്ചവെള്ളമല്ല, നേരിയ ചൂടുവെള്ളം. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്താൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട് കേട്ടോ. ഞാൻ പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യായാലും നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സാണ് നമ്മുടെ പ്രധാനം. ഒക്കെ ഇങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കണ്ട. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്തിരി ലൂസിലിരുന്നുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതായത് എന്താ വെച്ചാൽ നമ്മൾ പാക്ക് ഇടുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒക്കെ പാക്കൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ സ്കിന്നിനെ നമ്മളിങ്ങനെ താഴോട്ട് വലിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതേപോലെ സ്മൂത്തായിട്ട് നമ്മൾ ഇടാൻ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഏത് സ്കിന്നുകാർക്കും യോജിച്ചതാണ്. അതായത് തൈര് മുഖത്ത് നല്ല സ്കിൻ നല്ല തിളക്കുള്ളതാക്കാനും അതുപോലെ ആ ടാനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അരിപ്പൊടി വൈറ്റനിങ് തരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഒന്നിനൊന്ന് മെച്ചമുള്ള ഐറ്റംസുകളാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് അടിപൊളി റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് നല്ലപോലെ ഒരു റൗണ്ടിൽ മസാജ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ പാക്ക് ഒരു 20 മിനിറ്റ് ശേഷം ഇട്ട് കൊടുക്കാം. ഇതൊരു ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഇടണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിന് സൗകര്യം ഇല്ലെങ്കിൽ ഒരു 3 വട്ടമെങ്കിലും ഡെയിലി ഇടണം. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ടാനൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ഒരു ബ്രൈറ്റനിങ് ആയിട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ വെറുതെ തൈരും അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ്. ഇനി തേനൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യുക, ഉണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കൂടി നമുക്കൊന്നും കൂടിയും കിട്ടും. മറ്റേത് കിട്ടില്ല എന്നല്ല, നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നേച്ചുറലായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം.
നിങ്ങൾ ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇടണം കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ഇത് വരുന്നതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അരിപ്പൊടിയുടെ ഒരു തരിതരിപ്പുള്ളത് കൊണ്ട് നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവണ ആ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഇതേപോലെ ഒന്ന് വിരലുകൾ കൊണ്ട് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അധികമാവാണ്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ അടുപ്പിച്ച് 3 ദിവസം ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇട്ട് സ്ക്രബ് ചെയ്യേണ്ട, അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെയുള്ള ദിവസങ്ങൾ സാധാ ഇതേപോലെ പാക്ക് പോലെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തിരി കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫൈനലി നമുക്ക് ഇതിൻ്റെ കഴുകിയിട്ടുള്ള റിസൾട്ട് കാണാം കേട്ടോ. കഴുകുമ്പോൾ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ആദ്യം ഇങ്ങനെ തളിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ചെറിയ രീതിയിലൊരു മസാജ് പോലെ കൊടുത്തിട്ട്, അതായത് നമ്മുടെ പതുക്കെ കേട്ടോ, 2 സ്കിന്ന് ഉരച്ചിതാക്കരുത്, പതുക്കെ ഒന്ന് ഇതാക്കി കൊടുത്ത് നമ്മുടെ മുഖം കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോകാനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വെയിലത്ത് പോയിട്ട് വന്നാലും ആ കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഒരുവിധം എല്ലാം സിമ്പിൾ പാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഒക്കെ നേച്ചുറൽ പാക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. നമ്മൾ മുഖം കഴുകി വന്ന് നല്ല സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാനൊക്കെ മാറ്റി നല്ല മുഖമൊക്കെ നല്ല ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാനും എല്ലാത്തിനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ടിപ്സാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഐറ്റംസുകൾ തന്നെയാണ്. തൈരും അരിപ്പൊടിയൊക്കെ എപ്പോഴും ഉള്ളതാണ്. പിന്നെ അതിലും ഇല്ലാത്തത് തേൻ മാത്രമാണ് പലരുടെ വീട്ടിൽ ഇല്ലാണ്ട് പോണത്. എന്നാലും കൊച്ചു മക്കളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അത് മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കൂടി ചെയ്യണേ കേട്ടോ. ഇതേപോലെ സിമ്പിൾ ടിപ്പൊക്കെ ആയിട്ട് ഒരു കിടു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.